ഏറെ ആശ്വാസകരമായ ആ വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കുറച്ചതോടെ സംസ്ഥാനത്ത് 1 ലിറ്റർ ഡീസലിന് 12 രൂപ 33 പൈസയും പെട്രോളിന് 6 രൂപ 57 പൈസയും കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പെട്രോളിന് 105 രൂപ 56 പൈസയാണ്, ഡീസലിന് 93 രൂപ 52 പൈസ. കൊച്ചിയിൽ പെട്രോളിന് 103 രൂപ 70 പൈസയും ഡീസലിന് 93 രൂപ 49 പൈസയുമായി. 103 രൂപ 97 പൈസയാണ് കോഴിക്കോട് 1 ലിറ്റർ പെട്രോളിന്റെ പുതിയ നിരക്ക്. കേന്ദ്ര സർക്കാരിന് പിന്നാലെ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഇന്ധനവിലയിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചു. കർണാടകം, ഗുജറാത്ത്, ത്രിപുര, അസം, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഡീസലിനും പെട്രോളിനും 7 രൂപ വീതം കുറച്ചു. ഉത്തരാഖണ്ഡ് സർക്കാർ പെട്രോളിന് 2 രൂപ കുറച്ചു. UPയിൽ 12 രൂപ കുറയ്ക്കുമെന്നാണ് പ്രഖ്യാപനം. TG സജിത്ത് ചേരുകയാണ്. KP അഭിലാഷമുണ്ട്. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, വലിയൊരു കുറവ് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറയാം പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ. എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളടക്കം അവരുടെ നികുതിയിലടക്കം കുറച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണല്ലേ? ദിവ്യ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളും ഈ വില വർധനവിനെ തുടർന്ന് മറ്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകാത്ത പശ്ചാത്തലവും ഉണ്ടായിരുന്നു. അതിൽ തമിഴ്നാടായിരുന്നു നേരത്തെ അവരുടെ സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന വാറ്റിൽ കുറവ് വരുത്തിക്കൊണ്ട് പെട്രോളിന് വില കുറച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ വില കുതിച്ചുയർന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടെയായിരുന്നു ദീപാവലി തലേന്ന് എന്ന നിലയിൽ ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയത്. അതായത് എക്സൈസ് തീരുവ കുറച്ചുകൊണ്ട് പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസലിന് 9 രൂപയും എന്ന നിലയിലേക്ക് 10 രൂപയും എന്ന നിലയിലേക്ക് കുറവ് വരുത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വാല്യൂ ആഡഡ് ടാക്സ് കുറച്ചുകൊണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഉത്തർപ്രദേശ് സർക്കാരാണ് ഏറ്റവും വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 12 രൂപ ലിറ്ററിന് കുറയ്ക്കും എന്നാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡീസലിനും പെട്രോളിനും 12 രൂപ വീതം കുറയ്ക്കാൻ തീരുമാനിച്ചു എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതേസമയം മറ്റ് ചില സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. കർണാടകത്തിൽ ഡീസലിനും പെട്രോളിനും 7 രൂപ വീതം കുറച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെയും നമുക്കറിയാം കർണാടകയുടെ രാഷ്ട്രീയം വ്യക്തമായിരുന്നു. ബസവരാജൻ ആണ് പിന്നീട് മുഖ്യമന്ത്രിയായത്. നേരത്തെ മുഖ്യമന്ത്രി മാറിയതിനു ശേഷം പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയാണ്. ബസവരാജ ബൊമ്മ മുഖ്യമന്ത്രിയായിട്ടുള്ള കർണാടകത്തിൽ ഇപ്പോൾ 7 രൂപ കുറച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ ത്രിപുര, അസം സംസ്ഥാനങ്ങളിലും 7 രൂപ വീതം ആണ് കുറച്ചിട്ടുള്ളത്. ഗുജറാത്തിൽ 7 രൂപ കുറയ്ക്കുമെന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് സർക്കാർ പെട്രോളിന് 2 രൂപയാണ് കുറച്ചിട്ടുള്ളത്. വാറ്റ് കുറയ്ക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം ഠാക്കൂറും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും മുകളിലേക്ക് വില പോയിരുന്നു എന്നത് യാഥാർത്ഥ്യം എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാരണം അത്രമാത്രം ജനരോഷം ഉണ്ടായിരുന്നു എന്ന് ഏറെ വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞതിൽ സന്തോഷം. ഏതായാലും ഇനി അത് കേരളം എങ്ങനെ തിരിച്ചറിയുമെന്നുള്ളതാണ്. TG സൈത്തിലേക്ക് വരാം. സൈത്ത്, കേരളത്തിലെ ഇപ്പോൾ പുതുക്കിയ വില എങ്ങനെയാണ്? രണ്ടാമത്, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെ വിവിധ സംസ്ഥാനങ്ങൾ അത് അവരുടെ വാറ്റ് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം കേരളത്തിൽ അതിൻ്റെ കാര്യം എന്തായിരിക്കും? ആദ്യം നമുക്ക് വില വിവരത്തിലേക്ക് വരാം. തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും പലതരത്തിലാണ് വില നിലവിൽ ഈടാക്കുന്നത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 105 രൂപ 86 പൈസയും ഡീസലിന് 93 രൂപ 52 പൈസയാണ് വില. കൊച്ചിയിൽ അത് 103 ഒപ്പം ഡീസലിന് 93 ഇതാണ് സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം. അതായത് സംസ്ഥാനത്തെ വിലയിൽ ഏകദേശം പെട്രോളിന് ഏകദേശം 6 രൂപയോളം കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് നിലവിലുള്ള ചിത്രം. പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദീപാവലി സമ്മാനം എന്ന് പറഞ്ഞ് BJP അതിനെ വലിയ രീതിയിൽ പ്രചരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ചോദ്യം, സംസ്ഥാനത്ത് ഏത് തരത്തിൽ നികുതി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും? അത്തരത്തിലുള്ളൊരു നീക്കമുണ്ടാകുമോ, പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. എന്തായാലും ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം ലഭ്യമാവേണ്ടതുണ്ട്. ഇന്ന് ധനമന്ത്രി അടക്കമുള്ളവർ മാധ്യമങ്ങളുടെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും കരുതുന്നു. ഇന്നലെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യം അവരുടെ ഒരു പ്രാഥമിക നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപ്രകാരം കഴിഞ്ഞ കുറേ ആഴ്ചകൾക്കിടയിൽ 30 രൂപയോളം ഇന്ധന വിലയിൽ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. ഈ വില വർധനവ് കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അതായത് 30 രൂപയിലധികം വർധനവ് വരുത്തിയിട്ട് ചെറിയൊരു കുറവ് മാത്രമാണ് വരുത്തിയത് എന്നതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം ഈ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഒപ്പം തന്നെ ഈ സംസ്ഥാന നികുതി കുറയ്ക്കുന്ന വിഷയത്തിൽ കഴിഞ്ഞ 6 വർഷമായി സംസ്ഥാനം ഒരു നികുതി വർധനവും നടത്തിയിട്ടില്ല. മാത്രമല്ല ഒരു തവണ നികുതി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. ഒരു നിമിഷം സാഹിത്യ, നമുക്ക് ബാലഗോപാൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കൂടി നോക്കിയിട്ട് ഞാൻ അതിലേക്ക് വരാം വളരെ പെട്ടെന്ന്. പെട്രോളിനും ഡീസലിനുമുള്ള പ്രത്യേക എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ കുറിച്ചത് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് നികുതിയിൽ ചെറിയ കുറവ് വരുത്താൻ കേന്ദ്രം തയ്യാറായത്. പെട്രോളിനും ഡീസലിനും മേലുള്ള സംസ്ഥാന നികുതി കഴിഞ്ഞ 6 വർഷമായി ഇടതുമുന്നണി ഗവൺമെന്റുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇക്കാലയളവിൽ ഒരു തവണ നികുതി കുറയ്ക്കുകയും ചെയ്തു. നിലവിലുള്ള കേന്ദ്ര നികുതിക്ക് പുറമെ പ്രത്യേക നികുതിയായും സെസ്സായും ഈടാക്കുന്ന 30 ലക്ഷം രൂപ അടിയന്തരമായി കുറവ് ചെയ്ത് ജനങ്ങളെ സഹായിക്കുകയാണ് കേന്ദ്രം ചെയ്യേണ്ടതെന്നും ബാലഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സൈത്ത്, അതാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന്. ഈ ജനരോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാരിനോട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലല്ലോ. ഈ ഒരു തിരിച്ചറിവ് ഏതായാലും ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്നില്ല. അതെ, സംസ്ഥാന സർക്കാർ ഈ തരത്തിൽ ഏത് തരത്തിൽ ഇടപെട്ട് കൂടുതൽ കുറവ് വരുത്താൻ സംസ്ഥാനത്തിന് കഴിയുമോ എന്നതാണ് ചോദ്യം. ഇതിൽ സർക്കാരിന്റെ ആദ്യ വിശദീകരണമായി വരുന്നത് 30 രൂപയോളം അടുത്ത ദിവസങ്ങളിൽ തന്നെ കേന്ദ്രം വർദ്ധിപ്പിച്ചിരുന്നു, അതിലെന്തുകൊണ്ട് കുറവ് വരുത്തുന്നില്ല എന്ന ചോദ്യമാണ്. ഒപ്പം തന്നെ സംസ്ഥാന നികുതിയിൽ, അതായത് കേന്ദ്ര സർക്കാർ അടുത്തിടെ നികുതി വർദ്ധിപ്പിച്ച് ഇന്ധനവില വർദ്ധിക്കാൻ കാരണം കേന്ദ്രത്തിന്റെ വിവിധ തരത്തിലുള്ള സെസ്സുകൾ അടക്കമാണ്. ഇതിൽ സംസ്ഥാന വിഹിതം ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല. അതായത് അടുത്തിടെ ഉണ്ടായിരുന്ന ഇന്ധനവില വർധനവിന്റെ പൂർണ്ണ വിഹിതം കേന്ദ്ര സർക്കാരിലേക്ക് തന്നെയാണ് പോയിരുന്നത്. തങ്ങൾക്ക് പങ്കില്ല എന്നതാണ്. അതായത് സംസ്ഥാനത്ത് വലിയൊരു കുറവ്, സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ വെട്ടിക്കുറയ്ക്കൽ ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് KN ബാലഗോപാൽ നൽകിയത്. പക്ഷേ അതിന് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം കേന്ദ്ര നികുതി കുറയ്ക്കുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാനം ഇതിലൊരു കുറവ് വരുത്തുന്നില്ല, പൊതുജനങ്ങൾക്ക് മേൽ എന്തുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്ത് അവർക്കൊപ്പം നിൽക്കുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അതുകൊണ്ട് തന്നെ ഇതിലൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. മാത്രമല്ല സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് അടക്കം ഇന്ധനവില വർധനവ് വിഷയത്തിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തുണ്ട്. തങ്ങളുടെ സമരം മൂലമാണ്, ദേശീയ തലത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം മൂലമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വരാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി വന്നത് എന്ന അടക്കമുള്ള നിലപാട് അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇനി സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു, ഏത് തരത്തിലുള്ള മറ്റൊരു വിഷയം, ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞ ഒരുപാട് ന്യായീകരണങ്ങൾ, അതിന് ന്യായീകരണങ്ങളായിട്ട് മാത്രമേ സാധാരണ മനുഷ്യന് കാണാൻ കഴിയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങൾ കുറവ് വരുത്തുമ്പോൾ അത് പിന്നെയും സമ്മർദ്ദമേറുകയല്ലേ? കാരണം ഈ ന്യായീകരണങ്ങൾ എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് വലിയ ചോദ്യവും ആവുകയല്ലേ മറ്റ് സംസ്ഥാനങ്ങൾ കുറയ്ക്കുക കൂടി ചെയ്യുന്ന പശ്ചാത്തലത്തിൽ? തീർച്ചയായും അത് പ്രതിസന്ധിയായി തന്നെ വരും. മാത്രമല്ല ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം പെട്ടെന്ന് തീരുമാനമെടുത്തത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് BJP ഇതര സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിനൊപ്പം കേരളത്തിന് നിൽക്കേണ്ടി വരും എന്നതാണ് സാഹചര്യം. ആ നിലപാട് എങ്ങനെയായിരിക്കും? തമിഴ്നാട് അടക്കമുള്ള BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എടുക്കുന്ന നിലപാട് സ്വാഭാവികമായും കേരളത്തിനും എടുക്കേണ്ടി വരും. ആ ന്യായം തീർച്ചയായും അതിനൊപ്പം നിൽക്കേണ്ടി വരും. അത് എന്ത് തരത്തിലുള്ള നിലപാടാണ്, മറ്റ് സംസ്ഥാനങ്ങൾ ഏത് തരത്തിൽ നിലപാടെടുക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. BJP സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അവരിപ്പോൾ പെട്ടെന്ന് ദീപാവലി തലേന്ന് ഇന്ധനവില കുറയ്ക്കുകയും കേന്ദ്രം കുറയ്ക്കുകയും അതിനൊപ്പം അവർ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതേ നിലപാട് പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് നിർണായകമാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ നിലപാട് പ്രധാനപ്പെട്ടതാണ്. BJP ഇതര സംസ്ഥാനങ്ങൾക്കൊപ്പമുള്ള ഒരു നിലപാട് തീർച്ചയായും കേരളത്തിന് എടുക്കേണ്ടി വരും. അത് എന്താണെന്നുള്ളത് വരുന്ന മണിക്കൂറുകൾ ഒരുപക്ഷെ വ്യക്തത ഉണ്ടായേക്കാം. വിവരങ്ങൾ നൽകിയത്. ഈ പറഞ്ഞ പോലെ ഈ കേന്ദ്രം പ്രഖ്യാപിച്ച കുറവ് സംസ്ഥാനം കൂടി കുറയ്ക്കുമോ എന്നുള്ളതാണ്. അപ്പോഴും ഒരു വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവില്ല. അല്ല, നാളെ മറ്റന്നാൾക്ക് ദിവസം ഉണ്ടല്ലോ, ഇനി പെട്രോളിയം കമ്പനികൾക്ക് വില കൂട്ടാലോ. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇന്നിപ്പോ ദീപാവലി ആയതുകൊണ്ട് സന്തോഷം. ഇനിയിപ്പോ കഴിഞ്ഞ ഒരു മാസം എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇന്ധനവില കൂട്ടി എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ 6 രൂപ കുറച്ചെങ്കിൽ 6 രൂപ കൂട്ടാൻ വെറും 6 ദിവസത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അതൊക്കെ യാഥാർത്ഥ്യമായി അവിടെ വെക്കട്ടെ. എന്നിരുന്നാൽ തന്നെയും എന്താണെന്ന് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അമ്പലപ്പുഴയിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യും. സംസ്ഥാന സമിതി അംഗം G സുധാകരനെതിരെ റിപ്പോർട്ടിൽ നടപടി ശുപാർശയുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ തിരിച്ചുവരവും ഇന്ന് ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ ചർച്ചയാവും. അമ്പലപ്പുഴയിലെ സംഘടനാ വിഷയങ്ങൾ CPM സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. G സുധാകരന്റെ പേരെടുത്തു പറഞ്ഞും വിമർശനങ്ങളുണ്ട്. അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് ജയം ഉറപ്പിക്കുന്നതിന് സഹായകരമല്ലാത്ത ചില നിലപാടുകൾ G സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായി. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിലും പരിമിതികളുണ്ടായി. ഈ ആരോപണം ശരിവയ്ക്കുന്നതായിരുന്നു ഇളമരം കരീമും KJ തോമസും അംഗങ്ങളായ കമ്മീഷന്റെ റിപ്പോർട്ടും. തെരഞ്ഞെടുപ്പിൽ G സുധാകരൻ നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. പാർട്ടി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സഹായിച്ചതുമില്ല. സ്ഥാനാർത്ഥിക്കെതിരായി നടന്ന പ്രചരണങ്ങളെ പ്രതിരോധിക്കുന്നതിന് പകരം
സുധാകരൻ മൗനിയായി. സ്ഥാനാർത്ഥിയായ സലാമിനെതിരെ പോസ്റ്ററടക്കമുള്ള പരസ്യ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ സുധാകരനാണെന്ന് വിമർശനം ഉയർന്നിരുന്നു. അന്ന് അതിനെ തള്ളിപ്പറയാൻ സുധാകരൻ തയ്യാറാകാത്തതും വീഴ്ചയായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സുധാകരനെതിരെ പരാതി നൽകിയ സലാമിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജി സുധാകരനെതിരെ കടുത്ത നടപടിക്കുള്ള സാധ്യത കുറവാണ്. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ അവധിയിൽ പോയ കോടിയേരി ബാലകൃഷ്ണന്റെ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവും വൈകില്ലെന്നാണ് സൂചന. ED കേസിൽ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം ലഭിച്ചതിനാൽ കോടിയേരി ബാലകൃഷ്ണന് മുന്നിൽ മറ്റു തടസ്സങ്ങളില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയും ചേരും. പാർട്ടി സമ്മേളനങ്ങളുടെ പുരോഗതിയും നേതൃയോഗങ്ങൾ വിലയിരുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ടു പോകാൻ KPCC നിർവാഹക സമിതിയുടെ പച്ചക്കൊടി. പുനഃസംഘടന നിർത്തിവെക്കണമെന്ന് ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടെങ്കിലും നിർവാഹക സമിതി യോഗത്തിൽ 14 DCC പ്രസിഡന്റുമാരും പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന അഭിപ്രായത്തെ അനുകൂലിച്ചു. എന്നാൽ 7 KPCC ഭാരവാഹികൾ പുനഃസംഘടന നിർത്തലാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് AI ഗ്രൂപ്പുകൾ KPCC നേതൃയോഗത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ KPCCയുടെ നിർവാഹക സമിതി യോഗത്തിൽ പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന ആശയത്തിനാണ് മുൻതൂക്കം ലഭിച്ചത്. 14 DCC പ്രസിഡന്റുമാരും തീരുമാനത്തെ അനുകൂലിച്ചു. എന്നാൽ കോട്ടയം, ആലപ്പുഴ, മലപ്പുറം ജില്ലാ അധ്യക്ഷന്മാർ ഒഴിവുകൾ മാത്രം നികത്തിയാൽ മതിയെന്ന ആശയം മുന്നോട്ട് വെച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം മണ്ഡലം തലം വരെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് KPCC നിർവാഹക സമിതിയുടെ തീരുമാനം. K. സുധാകരൻ അധ്യക്ഷനായ ശേഷം കൊണ്ടുവന്ന കോൺഗ്രസിന്റെ യൂണിറ്റ് തല കമ്മിറ്റികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന നിലപാടായിരുന്നു ഗ്രൂപ്പുകളുടേത്. പഴയപടി ബൂത്ത് തലത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ അംഗത്വ വിതരണം നടത്തണമെന്നതായിരുന്നു ഗ്രൂപ്പുകളുടെ നിലപാട്. ഈ ആവശ്യവും തള്ളി. യൂണിറ്റ് തലത്തിൽ തന്നെ മെമ്പർഷിപ്പ് വിതരണം നടത്തും. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ പുനഃസംഘടന അപ്രസക്തമാണെന്ന വാദം 7 നിർവാഹക സമിതി അംഗങ്ങൾ ഉന്നയിച്ചു. ഒരു ദിവസം പൂർണ്ണമായി ചേർന്ന നിർവാഹക സമിതി യോഗമാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. തീരുമാനങ്ങൾ വിശദീകരിക്കാൻ KPCC അധ്യക്ഷൻ രാവിലെ മാധ്യമങ്ങളെ കാണും. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTC ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയും പരാജയപ്പെട്ടു. വെള്ളി, ശനി ദിവസങ്ങളിൽ KSRTC ജീവനക്കാർ പണിമുടക്കും. മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച ശമ്പള സ്കെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നാണ് തൊഴിലാളി സംഘടനകളുടെ നിലപാട്. തുടർച്ചയായി നടത്തിയ സർക്കാർ മാനേജ്മെന്റ് തല ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് KSRTCയിലെ ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. പണിമുടക്ക് ഒഴിവാക്കാൻ ഗതാഗത മന്ത്രി വിളിച്ച ചർച്ചയും സമവായം കണ്ടില്ല. ശമ്പള സ്കെയിൽ അടക്കമുള്ള വിഷയങ്ങളിൽ തൊഴിലാളി സംഘടനകൾ വിയോജിപ്പിലാണ്. സർക്കാർ സമരത്തിലേക്ക് തള്ളിവിട്ടുവെന്നാണ് യൂണിയനുകളുടെ വാദം. പണിമുടക്കിന്റെ തലേ ദിവസം വിളിച്ചിട്ട് ഇനിയും ഞങ്ങൾക്ക് ആലോചിക്കണം എന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു ഉറപ്പ് നൽകാൻ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് കഴിഞ്ഞില്ല. ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിയിക്കാൻ കഴിയില്ല, അത് സമവായത്തിലെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ സാഹചര്യത്തിൽ ചർച്ച പൂർണ്ണ പരാജയമാണ്. ഭരണ തൊഴിലാളി സംഘടനയായ KSRTCയും പണിമുടക്കിനെ പിന്തുണയ്ക്കും. ശമ്പള പരിഷ്കരണത്തെ കുറിച്ചൊരു ധാരണയാകാതെ നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന പണിമുടക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല എന്ന് മാനേജ്മെന്റിനെ അറിയിക്കുകയുണ്ടായി. തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ശമ്പള സ്കെയിൽ അംഗീകരിച്ചാൽ പ്രതിമാസം 30 കോടി രൂപ അധികം കണ്ടെത്തണമെന്നാണ് സർക്കാർ വാദം. ആവശ്യങ്ങൾ ഒന്നും നിരാകരിച്ചിട്ടില്ലെന്നും സാവകാശം ചോദിച്ചപ്പോൾ യൂണിയനുകൾ എടുത്തുചാടി തീരുമാനമെടുത്തെന്നും ഗതാഗത മന്ത്രി. 30 കോടി രൂപ 360 കോടി രൂപയുടെ അഡീഷണൽ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് ഗവൺമെന്റിന് വരുന്നത്. അത്രയൊരു വലിയ കമ്മിറ്റ്മെന്റ് വരത്തക്ക രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് യൂണിയനുകൾ ആവശ്യപ്പെട്ടപ്പോൾ അതേക്കുറിച്ച് മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും ചർച്ച ചെയ്ത് മറുപടി പറയാമെന്നും ഇക്കാര്യത്തിൽ പ്രതികൂലമായൊരു നിലപാടല്ല ഗവൺമെന്റ് ഉള്ളതെന്നുള്ള നിലപാട് യൂണിയനുകളോട് പറയുകയുണ്ടായി. BMSും KSRTCയും 24 മണിക്കൂറും TDF 48 മണിക്കൂറും പണിമുടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വാർത്തയിലേക്ക്. കരിപ്പൂർ വിമാന അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം വിവാദത്തിൽ. രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത പല ഉദ്യോഗസ്ഥരെയും പട്ടികയിൽ നിന്ന് വെട്ടി അനർഹരെ തിരികെ കയറ്റിയെന്നാണ് ആരോപണം.
തഴയപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഓഗസ്റ്റ് 7 കരിപ്പൂർ വിമാനാപകടത്തിൽ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഇതിൽ പല ഉദ്യോഗസ്ഥരും രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് ആരോപണം. വിമാനാപകടം നടക്കുമ്പോൾ അവധിയിലായിരുന്ന വാഴക്കാട് സിവിൽ പോലീസ് ഓഫീസറായിരുന്ന കെ ശ്രീജയും പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു. സംഭവം നടക്കുമ്പോൾ സ്ഥലത്തില്ലായിരുന്ന മഞ്ചേരി CI U അലവിക്കും പുരസ്കാരമുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ ചതുപ്പിൽ വീണ അന്നത്തെ എടവണ്ണ SI ഷഫീഖ്, കോഴിക്കോട് നിന്നെത്തിയ പോലീസുകാർ എന്നിവരൊന്നും പട്ടികയിൽ ഇടം നേടിയില്ല. രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത 11 പേരുടെ പട്ടിക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് വെട്ടിയതെന്ന് ആക്ഷേപമുണ്ട്. പുരസ്കാരത്തിന് അർഹരായവർ അനധികൃതമായി പട്ടികയിൽ കയറിക്കൂടിയതാണെന്ന് കാണിച്ച് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത പോലീസുകാർ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത 11 പോലീസ് ഓഫീസർമാരുടെ പട്ടിക സഹിതമാണ് പരാതി നൽകിയത്. മലപ്പുറം SP ആയിരുന്ന U അബ്ദുൾ കരീമിനായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത പോലീസുകാരുടെ പട്ടിക തയ്യാറാക്കാനുള്ള ചുമതല. ആരോപണത്തിന്റെ കുന്തമുന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്കാണ് നീളുന്നത്. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അർഹത നേടിയവർ നൽകിയ പരാതിയെ ചൊല്ലി ഇപ്പോൾ തന്നെ സേനയിൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ വായിച്ചിരുന്നത്. വിനേഷ്, കരിപ്പൂരിലെ രക്ഷാപ്രവർത്തനം മലയാളികളുടെ ഒരു ഒരുമയെക്കുറിച്ചും ഒരാപത് സമയത്ത് പരസ്പരം സഹായിക്കുന്നതിനെക്കുറിച്ചും വലിയ ആത്മവിശ്വാസം നമ്മൾ ഓരോരുത്തർക്കും നൽകിയ രക്ഷാപ്രവർത്തനമാണ്. ദേശീയ തലത്തിൽ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് നാണക്കേടാണ് മലയാളിക്കും. എന്താണ് സംഭവിച്ചത്? ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള പോലീസുകാരെ ചൊല്ലി ആണ് ഇപ്പോൾ ഈ തർക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസുകാർ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത പോലീസുകാർക്ക്, യഥാർത്ഥ പോലീസുകാർക്കല്ല പുരസ്കാരം, ആഭ്യന്തര വകുപ്പിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ സേനയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം നൽകിയിരിക്കുന്ന പരാതിയിൽ 11 പേർ, അതായത് ഇവർ നൽകിയിരിക്കുന്ന ആളുകളിൽ 11 പേർ സജീവമായി ഈ അപകടമുണ്ടായത് മുതൽ സ്ഥലത്തുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ ആളുകൾ ജില്ലയ്ക്ക് പുറത്തുനിന്നുൾപ്പെടെ പോലീസുകാർ തന്നെ എത്തിയിരുന്നു. ഇവരെല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് SP, അതായത് അന്നത്തെ മലപ്പുറം SP ആയിരുന്ന U അബ്ദുൾ കരീമിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ പട്ടികയിൽ, അതായത് ഈ പുരസ്കാരത്തിനുള്ള പട്ടിക തയ്യാറാക്കാനുള്ള ചുമതല അദ്ദേഹത്തിനായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റിയാണ് ഇങ്ങനെ ഒരു പട്ടിക ഈ പട്ടികയിൽ ചിലർ മിസ്സാവുന്നത് ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടായിരിക്കാം. പക്ഷേ ലീവായവരൊക്കെ കയറി കൂടുക എന്ന് പറയുമ്പോൾ അത് ബോധപൂർവമാവോ? എന്താ അഭിപ്രായം? ഗോപീഷ്, അത് തന്നെയാണ്. ഇതിൽ ശ്രീജ എന്ന് പറഞ്ഞൊരു സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്. അവര് അന്ന് വാഴക്കാടായിരുന്നു. അവരന്ന് അവധിയിലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവധിയിലായിരുന്ന ശ്രീജ ഇതിനകത്ത് ശ്രീജയ്ക്ക് പുരസ്കാരമുണ്ട്. മറ്റൊന്ന് മഞ്ചേരി CI ആയിരുന്ന U അലവിയാണ്. അലവി സംഭവം നടക്കുമ്പോൾ സ്ഥലത്തില്ല എന്നാണ് അറിയുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ ഈ അർഹരായിട്ടും പട്ടികയിൽ നിന്ന് പുറത്തായ പോലീസുകാർ ഇത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ 11 ആളുകൾ, അതായത് ഇത് കൂടാതെ ഇതിൽ പങ്കെടുത്ത സജീവമായി ഇതിൽ ഉണ്ടായിരുന്ന 11 ആളുകളെ കുറിച്ച് യാതൊരു വിവരവും ഇതിനകത്തില്ല. അതായത് ഈ പട്ടികയിൽ 11 പേരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, എന്താണ് മാനദണ്ഡമാക്കിയത്, SP എന്താണ് മാനദണ്ഡമാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല എന്ന് തന്നെയാണ് പോലീസുകാർ പറയുന്നത്. എന്തായാലും ഇതിൽ അർഹതപ്പെട്ട ആളുകളെ തഴഞ്ഞുകൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടും ഇത് തടയണം. അതായത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കി അവർക്കാണ് പുരസ്കാരം ലഭ്യമാകേണ്ടത് എന്നുമാണ് ഈ പരാതിക്കാരുടെ ഒരു ആവശ്യം. വിനേഷ്, ഇതിലിപ്പോൾ ഈ രീതിയിൽ ഒരു പരാതി വന്ന നിലയ്ക്ക് എന്തായിരിക്കും ഇനിയുള്ള നടപടി ഉണ്ടാവുക? പുരസ്കാരമടക്കം കൊടുക്കുന്നതൊക്കെ ഇനി നിർത്തിവെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? ഒരുപക്ഷെ അങ്ങനെ ഒരു പുനഃപരിശോധനയുടെ സാധ്യത കാണുന്നുണ്ട്. കാരണം ഇത് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എല്ലാം നൽകിയിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പോൾ CISFകാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ഈ ഒരു വിവാദത്തിന്റെ പരിധിയിൽ വരുന്നവരല്ല. കാരണം SP പോലീസിന്റെ മാത്രമാണ് നൽകിയിട്ടുള്ളത്. പോലീസിൽ ഇതിൽ പങ്കെടുത്ത ആളുകളുടെ മാത്രമാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഈ ഈ വിമാനാപകടം നടന്ന സമയത്ത് പോലീസുകാർ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. കോഴിക്കോടും അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പോലീസുകാരും പാലക്കാട് നിന്ന് ഉൾപ്പെടെയുള്ള പോലീസുകാരെല്ലാം എത്തിയിട്ടാണ് വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ ഈ പട്ടികയിൽ, അതായത് കുറഞ്ഞ ആളുകൾ ഇതിൽ
ഈ പ്രദേശത്തേക്ക് വരിക പോലും ചെയ്യാത്ത ആളുകളുടെ പേരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുത്ത പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ നിരാശയിലാണ്. സ്വാഭാവികമായും അവർ വേണ്ടപ്പെട്ടവർക്കെല്ലാം പരാതി അയക്കുകയും കൂടുതൽ ചർച്ചകളിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അവരുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ച നടത്തുകയും വിമർശനം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഈ പുരസ്കാരത്തിന് അർഹത നേടിയ പോലീസുകാരുൾപ്പെടെയുള്ളവർ. ശരി. നടൻ ജോജുവിന്റെ വാഹനം തകർത്ത കേസിലെ പ്രതികൾക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. കേസിലെ ഒരു പ്രതിയെ മാത്രമാണ് ഇതുവരെ പിടികൂടാനായിട്ടുള്ളത്. അതേസമയം ജോജുവിനെതിരായ പരാതിയിൽ കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കൊച്ചിയിൽ കോൺഗ്രസിന്റെ ദേശീയപാത ഉപരോധത്തിനെതിരെ പ്രതിഷേധിച്ച നടൻ ജോജുവിന്റെ വാഹനം തകർത്ത കേസിൽ കൊച്ചി മുൻ മേയർ ടോണി ചെമ്മണി ഉൾപ്പെടെ 8 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഇതിൽ കാറിന്റെ ചില്ല് തകർത്ത വൈറ്റില സ്വദേശി ജോസഫിനെ മാത്രമാണ് ഇതുവരെ പിടികൂടാനായത്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും അവർ അവിടെ ഉണ്ടായിരുന്നില്ല. ചിലർ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണെന്നും പോലീസ് പറയുന്നു. കേസിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം തീരുമാനമെടുക്കും. മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. അതേസമയം പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. സമരം ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്ത പോലീസ് ജോജുവിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. പോലീസിന്റെ നടപടിക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. മണ്ണെണ്ണ വില വർധനവിൽ നട്ടം തിരിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യബന്ധനത്തിന് പോയാൽ ഒരു ദിവസത്തെ ചെലവിന് പോലും വരുമാനം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണിവർ. സബ്സിഡി നിരക്കിലുള്ള മണ്ണെണ്ണയ്ക്ക് മുൻകൂറായി പണമടയ്ക്കേണ്ടി വരുന്നതും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ ചെറുവള്ളങ്ങൾക്ക് ഒരു ദിവസം കടലിൽ പോയി വരാൻ 100 മുതൽ 300 ലിറ്റർ വരെ മണ്ണെണ്ണയാണ് വേണ്ടിവരുന്നത്. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 8 രൂപ വർദ്ധിക്കുമ്പോൾ മത്സ്യബന്ധനത്തിൻ്റെ ചെലവും ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 3 മണിക്ക് പ്രതീക്ഷയോടെ വലവിരിച്ചു പോയതാണിവർ. വൈകിട്ട് 3-ന് മടങ്ങിയെത്തിയ ഈ 9 അംഗ സംഘത്തിന് ചെലവിന് പോലുമുള്ള വക കിട്ടിയില്ല. ഏതെങ്കിലും വല്ലപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകണം. ചില ദിവസങ്ങളിൽ കിട്ടും, ചില ദിവസങ്ങളിൽ കിട്ടിയില്ല. ഒന്നും തന്നെ കിട്ടിയില്ല. ഒരു പ്രതീക്ഷയാണ് കിട്ടുമെന്നുള്ളത്. നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ നാളെ പോകാൻ വേണ്ടി ഇതെല്ലാം റെഡിയാക്കി വെക്കണം. 50 ലിറ്റർ മണ്ണെണ്ണയാണ് ഇവർക്ക് ഇന്നലെ ചെലവായത്. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്കും ഓയിലിനും കൂടി 110 രൂപയാണ് വില. 50 ലിറ്ററിന് വേണ്ടി വന്നത് 5500 രൂപ. ഒരു ദിവസത്തെ അധ്വാനം കൊണ്ട് ആകെ ലഭിച്ചത് 1 കൊട്ട അയല മാത്രം. ലേലം വിളി കഴിഞ്ഞപ്പോൾ മീനിന് കിട്ടിയത് 5500 രൂപ. ലേലക്കുറവും കമ്മീഷനും കഴിഞ്ഞ് കയ്യിൽ കിട്ടിയതാകട്ടെ 4500 രൂപ മാത്രം. കയ്യിൽ നിന്ന് പണം മുടക്കി തൊഴിൽ ചെയ്യേണ്ട അവസ്ഥ. ഈ മേഖലയിൽ ഇനി ആളുകളെ കിട്ടത്തില്ല. പഴയ ആളുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഉള്ള ആളുകൾ തന്നെ ബുദ്ധിമുട്ടിലാണ്, ഭയങ്കരമായ ബുദ്ധിമുട്ടില്ല, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് മൂലം മിക്ക മത്സ്യത്തൊഴിലാളികളുടെയും ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ്. ഇന്ന് ചെലവിന് പോലുമുള്ള പണം കിട്ടിയില്ലെങ്കിലും നാളെയുടെ പ്രതീക്ഷ തേടി വീണ്ടുമുള്ള തയ്യാറെടുപ്പിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്നതിനാൽ മലയാളി വിദ്യാർത്ഥികൾ എത്താതായതോടെ പ്രതിസന്ധിയിലായി കോഴിക്കോട്ട് ഒരു സ്കൂള്. നഗരത്തിലെ ചിന്താവളപ്പ് AUP സ്കൂളാണ് പ്രതിസന്ധി നേരിടുന്നത്. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഇതര സംസ്ഥാനക്കാരായതിനാൽ മലയാളി രക്ഷിതാക്കൾ മക്കളെ ചേർക്കാൻ മടിക്കുന്നതായും സ്കൂൾ പ്രാഥമിക അധ്യാപിക ന്യൂസ് 18 പറഞ്ഞു. ഇത് കോഴിക്കോട് ചിന്താവളപ്പ് സർക്കാർ UP സ്കൂൾ. വൃത്തിയുള്ള കെട്ടിടവും നല്ല അന്തരീക്ഷവുമുള്ള സ്കൂളിൽ പക്ഷേ വിദ്യാർത്ഥികൾ 24 പേർ മാത്രം. അതും പകുതിയിൽ കൂടുതൽ അതിഥി തൊഴിലാളികളുടെ മക്കൾ. മലയാളി വിദ്യാർത്ഥികളെ തേടി അധ്യാപകർ രക്ഷിതാക്കളെ സമീപിക്കുമ്പോൾ പലരും മുഖം ചുളിക്കും. ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് സ്വന്തം കുട്ടികളെ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾക്ക് മടി. അന്യസംസ്ഥാനക്കാരായ കുട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് വേറെ തൊട്ടടുത്തുള്ള മറ്റു വിദ്യാലയങ്ങളിലേക്ക് പോകുന്നൊരു പ്രവണത കാണുന്നുണ്ട്. ഞങ്ങൾ വീടുകളിൽ പോവാറുണ്ട്. വീടുകളിൽ പോയിട്ട് കുട്ടികളെ ഇവിടെ ചേർത്താൻ ആവശ്യപ്പെടാറുണ്ട്. മലയാളി വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ഉൾപ്പെടെ കൂടുതൽ ഭാഷകൾ സംസാരിക്കാൻ പഠിക്കാനുള്ള അവസരമാണിത്. ഇക്കാര്യം രക്ഷിതാക്കൾ പരിഗണിക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. മറ്റു കുട്ടികളിൽ മറ്റു ഭാഷ സംസാരിക്കുന്ന കുട്ടികളുടെ കൂടെ പഠിക്കുമ്പോൾ ഈ കുട്ടികളും ആ ഭാഷ
സ്വാഭാവികമായിട്ട് പഠിക്കുക ചെയ്യുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മിക്കവാറും എല്ലാ കുട്ടികളും ഹിന്ദി നന്നായിട്ട് സംസാരിക്കും. ഞങ്ങൾ ഹിന്ദി അസംബ്ലിയൊക്കെ നടത്തുമ്പോൾ ഏറ്റവും നന്നായിട്ട് നടത്തുക ഹിന്ദി അസംബ്ലിയാണ്. മറ്റേ ഇംഗ്ലീഷും മലയാളത്തിനകളിലൊക്കെ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. അതെല്ലാവരും പറയും, മലയാളി കുട്ടികളൊക്കെ ഹിന്ദി നന്നായി പറയും. പല കാരണങ്ങളാലാണ് മലയാളി വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരാൻ മടിക്കുന്നതെന്നും കൂടുതൽ കുട്ടികളെ എത്തിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും കോർപ്പറേഷൻ കൗൺസിലർ പറഞ്ഞു. കൂടുതൽ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ആകർഷകമായ പദ്ധതികൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ സംവിധാനം ആലോചിച്ച് അടുത്ത അധ്യയനമാകുമ്പോഴേക്ക് കുറച്ചും കൂടി എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പ് 200ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളിലെ ഒഴിഞ്ഞ ക്ലാസ് മുറികളിൽ ഇപ്പോൾ കോഴിക്കോട് റൂറൽ AEO ഓഫീസ് പ്രവർത്തിക്കുകയാണ്. അതിഥി തൊഴിലാളികളുടെ മക്കളാണ്, മിടുക്കരായ വിദ്യാർത്ഥികളാണ്. പക്ഷേ അപരത്വബോധത്തിൽ നിന്നും മലയാളി ഇനിയും മോചിതരായിട്ടില്ലെന്നാണ് ചിന്താവളപ്പ് ഗവൺമെന്റ് UP സ്കൂൾ വിളിച്ചു പറയുന്നത്. കോഴിക്കോട് നിന്നും ശ്രീ C. കല്ലുമുട്ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. നിലമ്പൂർ ഉൾവനമേഖലയായ കുമ്പളപ്പാറ ആദിവാസി കോളനിയിൽ മാവോയിസ്റ്റ് സംഘമെത്തി. കോളനിയിലെ അന്തേവാസിയുടെ വീട്ടിൽ ഒരു രാത്രി മുഴുവൻ ചെലവഴിച്ചാണ് സംഘം മടങ്ങിയത്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയാണ് 4-അംഗ മാവോയിസ്റ്റ് സംഘം കുമ്പളപ്പാറ കോളനിയിലെത്തിയത്. കോളനിയിലെ അന്തേവാസിയായ ചന്ദ്രയുടെ വീട്ടിലാണ് സംഘം രാത്രി തങ്ങിയത്. 3 പേർ വീടിനുള്ളിൽ കിടന്നുറങ്ങിയപ്പോൾ ഒരാൾ കാവൽ നിന്നു. 4 പേരുടെ കൈവശവും തോക്കുകൾ ഉണ്ടായിരുന്നു. ഇവർ ഇവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചു. ഇന്നലെ രാവിലെയാണ് മാവോയിസ്റ്റുകൾ മടങ്ങിയത്. ഇവർ ആദിവാസികൾക്ക് ക്ലാസ് എടുത്തതായും വിവരമുണ്ട്. 2 ആഴ്ച മുൻപ് ഉൾക്കാട്ടിലുള്ള മറ്റൊരു കോളനിയായ വാണിയമ്പുഴയിലും മാവോയിസ്റ്റുകൾ എത്തിയിരുന്നു. അവിടെ എത്തിയ അതേ സംഘമാണ് കുമ്പളപ്പാറയിൽ വന്നതെന്നാണ് സൂചന. പോത്തുകല്ല് മേഖലയിൽ ചാലിയാറിന്റെ മറുകരയിൽ എത്തിച്ചേരാൻ അതീവ ദുഷ്കരമായ ഇടത്താണ് കോളനി. അതുകൊണ്ട് തന്നെയാണ് മാവോയിസ്റ്റുകൾ ഈ മേഖലകളിൽ തമ്പടിക്കുന്നത്. ഇതുവഴി വയനാട് വനമേഖലകളിലേക്കും തമിഴ്നാട്ടിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. മാവോയിസ്റ്റുകൾ വന്നുപോയത് അറിഞ്ഞതോടെ മേഖലയിലെ പട്രോളിംഗ് പോലീസ് ശക്തമാക്കി. തണ്ടർബോൾട്ട് അടക്കമുള്ള സേനകൾ വനമേഖലകളിൽ വ്യാപക പരിശോധന നടത്തി. മലപ്പുറം SP യുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം ഇന്ന് മേഖലയിലെ കോളനികൾ സന്ദർശിക്കും. ന്യൂസ് 18 മലപ്പുറം. ചൊരിമണലിൽ വീണ്ടും സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു. റിപ്പോർട്ട് ഇടവേളയ്ക്ക് ശേഷം. കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ ദീപാവലി ആഘോഷമാക്കി ഉത്തരേന്ത്യ. ആഘോഷവും തിരക്കും നിയന്ത്രണാതീതമായതോടെ ജാഗ്രത കൈവിടരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ ഉത്സവങ്ങളെല്ലാം ആഘോഷമാക്കി മാറ്റുകയാണ് ഉത്തരേന്ത്യക്കാർ. തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിന്റെ ആഘോഷം ഇത്തവണ അതിന്റെ പാരമ്യത്തിലെത്തി. ദീപങ്ങൾ തെളിയിച്ചും മധുരം പങ്കുവച്ചും ഉത്തരേന്ത്യക്കാർ ആഘോഷം തുടരുകയാണ്. അലങ്കാര ദീപങ്ങളും മൺചരാതുകളും കൊണ്ട് അലങ്കരിച്ച ശോഭയിലാണ് വഴികളും വീടുകളും. അന്തരീക്ഷ മലിനീകരണത്തിന്റെയും കോവിഡിന്റെയും പശ്ചാത്തലത്തിൽ പടക്കം പൊട്ടിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. സമ്പൂർണ്ണ പടക്ക നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഡൽഹിയിൽ ഉൾപ്പെടെ അന്തരീക്ഷ വായു നിലവാരം മോശം അവസ്ഥയിലാണ്. ആഘോഷങ്ങൾക്കിടെയുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും അപകടങ്ങളും ഒഴിവാക്കാനും കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും കൂടുതൽ പോലീസിനെയും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ചേർത്തലയിലെ ചൊരിമണലിൽ വീണ്ടും മഞ്ഞ വസന്തം തീർത്ത സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു. മരുത്തൂർ വട്ടംപള്ളിയുടെ 1.5 ഏക്കർ സ്ഥലത്താണ് യുവ കർഷകനായ സുജിത്ത സൂര്യകാന്തി കൃഷി ചെയ്തത്. നിരവധി ആളുകളാണ് ഇത് കാണാനെത്തുന്നത്. ആലപ്പുഴയിൽ ഇനി പൂക്കളുടെ വസന്തമാണ്. വ്യത്യസ്തമായ കൃഷിരീതികൾ കൊണ്ട് എല്ലാ കാലത്തും ശ്രദ്ധ നേടിയിട്ടുള്ള യുവ കർഷകൻ സുജിത്ത് തന്നെയാണ് ഇത്തവണയും സൂര്യകാന്തി പാടം ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും ലക്ഷ്യമിടുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട വീടുകൾക്കുള്ളിലിരിക്കുന്ന ആളുകൾക്ക് അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകാതെ ഒരു റിലാക്സേഷൻ, അതിനുവേണ്ടി ഈ കാഴ്ചകൾ കാണാം. ഒത്തിരി പൂക്കളുണ്ടല്ലേ സുജിത്ത്? സൂര്യകാന്തി മാത്രമല്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് പൂക്കളുണ്ടല്ലോ. ഇത്തവണ കഴിഞ്ഞ സീസണിൽ നമ്മൾ ചെയ്ത സൂര്യകാന്തി മാത്രമാണെങ്കിൽ നമ്മൾ ഒരു വ്യത്യസ്തമായ ചിന്താഗതിയോട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു 50 ഡിഫറെൻറ്റ് കളർ ഫ്ലവറോടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മൾ സൂര്യകാന്തി ഒരു 10,000-ഓളം ചോട് സൂര്യൻ നല്ല തിക്നെസ്സിൽ ഫോട്ടോയ്ക്ക് പറ്റുന്ന പരുവത്തിന്, ഫോട്ടോഷൂട്ടിനും അതുപോലെ വരുന്നവർക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ തോട്ടം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ശരിക്കും മൊത്തത്തിൽ പൂക്കളാവാനായിട്ട് ഇനി എത്ര ദിവസം പിടിക്കും? 2-3 ദിവസം കൊണ്ട് തന്നെ ഫുൾ ഫ്ലവറിങ്ങിലേക്ക് വരും. മാത്രമല്ല ഒരു 2 ആഴ്ച കൊണ്ട് ഷോ ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ തോട്ടം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ പൂക്കളാണോ ഇത്? ഇപ്പോൾ ഇനി കുറച്ചുകൂടെ വിരിഞ്ഞ് വരാനുണ്ട്. ഇനിയും വരാനുണ്ട് അല്ലേ? എത്ര ദിവസം ഈ പൂക്കൾ നിൽക്കും? ഇപ്പോൾ 2 ആഴ്ച. ഈ സൂര്യാന്തര ഒരു പോരായ്മ എന്ന് വെച്ചാൽ 2 ആഴ്ച മാത്രമേ ഫ്ലവർ നിൽക്കത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ പോരായ്മ. അപ്പോൾ അതിനുള്ളിൽ കാഴ്ചക്കാർക്കൊക്കെ വന്ന് കാണാനൊരു അവസരമുണ്ട്. അത് മാത്രമല്ല സൂര്യാന്തി എന്ന് വെച്ചാൽ ആനയും കടലും കാണുന്ന പോലെയാണ്. എത്ര കണ്ടാലും മടുക്കാത്തൊരു സാധനമാണ് സൂര്യാന്തി. ശരിയാട്ടോ, ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ തവണയും നമ്മൾ ഇതുപോലെ തന്നെ ഒരു വലിയൊരു പാടശേഖരം കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ വരുമ്പോഴും ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ്. അത് പൂക്കൾക്കൊരു വലിയ ഭംഗി തന്നെയാണ്, ഭയങ്കര ആകർഷണീയത ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൃഷിമന്ത്രി അടക്കമുള്ള ആളുകൾ വന്നിരുന്നു എന്ന് അറിഞ്ഞു ഇവിടെ. തീർച്ചയായിട്ടും കൃഷി വകുപ്പ് മന്ത്രി, കൃഷി ഡിപ്പാർട്ട്മെന്റ്, നമ്മളെ പഞ്ചായത്ത്, നഗരസഭ, ഇവിടെ മത്തറം പള്ളി ഒക്കെ പൂർണ്ണ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഷോ കൂടുതൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ചെയ്യുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ചെറിയ നൈറ്റ് ഷോ ഉൾപ്പെടെ പ്ലാൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെറിയ ഫുഡ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നവർക്ക് പല വിഭാഗത്തിലുള്ള ആളുകൾക്ക്, ഈ പ്രദേശത്തുള്ള ആളുകളെ തന്നെ കൂട്ടിയാണോ ഈ വരുമാന മാർഗം? അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉത്സവം പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരുപാട് പേർക്ക് വന്ന് കാണാനും അടുക്കളത്തോട്ടം കൃഷിക്ക് വലിയൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ സുജിത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമ്മുടെ വെമ്പ്രാട്ട് കായലിൽ ഒഴുകി നടക്കുന്ന പൂന്തോട്ടം, നമ്മളത് കണ്ടതാണ്. ആ കാഴ്ച അത് മനോഹരമായ കാഴ്ച. അത്തരത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ കൂടെ കോർത്തിണക്കിയാണ് സുജിത്ത് അത്തരം ഒരു കൃഷിയിലേക്ക് പോകുന്നത് അല്ലേ? അത് കർഷകർക്ക് ഈ കാർഷിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഇടങ്ങളിൽ ഇതൊരു വലിയ ആശ്വാസവും ഒരു ഹോപ്പും അതിനകത്തുണ്ട് അല്ലേ? നല്ലൊരു സ്കോപ്പുള്ള മേഖലയാണ്. അതായത് നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മളും കൃഷിയിൽ മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ ആ ഒരു ശൈലിയിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ കണക്കൂട്ടുന്നത്. നമ്മൾ ഇതിനുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഫ്ലവർ ഷോ നമ്മൾ മറ്റു ജില്ലകളിൽ സംഘടിപ്പിച്ച് പ്രേക്ഷകരുടെ അടുത്തേക്ക് പോയി നമ്മൾ കാഴ്ച സമ്മാനിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തവണ ഫ്ലവർ ഷോ നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെപ്പോലെ ജോലി വേണ്ടാന്ന് വെച്ച് വന്നിട്ടുള്ള കുറേ ചെറുപ്പക്കാർ ഈ മേഖലകളിലുണ്ട് അല്ലേ? അവർക്ക് കൃഷി വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകുന്നൊരു കാര്യം തന്നെയല്ലേ അതല്ലേ? ഇപ്പോൾ സൂര്യാന്തി കൃഷി വരുന്നതോടുകൂടി ഒരുപാട് യുവാക്കൾ ഇതിലേക്ക് വരും. മാത്രമല്ല ഇപ്പോൾ ഫ്ലവർ ഷോ എന്ന് വെച്ചാൽ കേരളത്തിൽ കുറവാണ്. ഇപ്പോൾ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത് തന്നെ കൂടുതലും പുറത്തുനിന്നുള്ള ഫ്ലവറാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ കൃഷി ചെയ്തത് അതോടൊപ്പം തന്നെ കുറച്ച് ഫ്ലവറോടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൃഷിയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു ഷോ എന്ന് വെച്ചാൽ നമ്മൾ കുറേ കൂടി ഡിഫറൻസ്, എപ്പോഴും ആൾക്കാർക്ക് മടുപ്പ് പോകുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അതിന് നമുക്ക് ഒരു പരിധി നമുക്ക് വിജയിക്കാനും ഒക്കെ സാധിച്ചു. അത് ഈ സൂര്യകാന്തി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ റെഗുലറായിട്ട് കൃഷി ചെയ്യുന്നൊരു ഇനമല്ലല്ലോ ഈ സൂര്യകാന്തി. അത് കാരണം നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്, ചെടികൾക്ക് കുറച്ചുകൂടിയൊക്കെ നല്ല കരുത്തുമുണ്ട്. അതായത് കുറച്ചുകൂടെ തിക്നെസ്സിലാണ്. നമ്മളന്ന് ഒരു പരീക്ഷണം എടുത്തിട്ട് നമ്മൾ വെള്ളരി കൂടെ ചെയ്തിട്ടാണ് നമ്മളന്ന് കൃഷി ചെയ്തത്. കാരണം കൃഷി വിജയിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ സൂര്യകാന്തി പരാജയപ്പെട്ടാൽ വെള്ളരിയിൽ നിന്ന് ലാഭം എടുക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇത്തവണ നമ്മൾ സുജിത്തിന്റെ ടെക്നിക്കാണ് കേട്ടോ. ഇത്തവണ നമ്മൾ ചീര മാത്രമാണ് ഇത് ആൾക്കാർക്ക് നന്നായിട്ട് കാണാനും വന്ന് ആസ്വദിക്കാനും എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ നമ്മൾ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഈ പള്ളി അങ്കണം വിട്ടു തന്നത് ഇത്തരത്തിലൊരു സംരംഭത്തിന് വേണ്ടി ജനങ്ങളുടെ കൂടെ സന്തോഷം കണക്കിലെടുത്താണ്. അത് മറ്റുള്ള പലരും സ്ഥലം വിട്ടു തരാൻ തയ്യാറാത്ത സ്ഥിതിയാണുള്ളത്. ഒരുപാട് എനിക്ക് സ്ഥലം തന്നിട്ടുണ്ട്. എങ്കിൽ പോലും പള്ളിയിൽ നിന്ന് ഫസ്റ്റ് ദിവസം വന്നപ്പോൾ തന്നെ ചെയ്തോ വാടക ഒന്നും ഈടാക്കാതെ തന്നെയാണ് നമുക്ക് ഇവിടെ സ്ഥലം വിട്ടു തന്നിരിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ പള്ളിക്കും ചെറിയൊരു വരുമാനം കൊടുക്കണോ എന്ന് തന്നെയാണ് നമ്മൾ കണക്കൂട്ടുന്നത്. എന്തായാലും ഇതിന്റെ വളവും കർഷകർക്ക് വേണ്ടിയുള്ളത് കൂടെ, കാഴ്ചക്കപ്പുറത്തേക്ക് കർഷകർക്ക് വേണ്ടിയുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, ഇതിന്റെ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ പ്രധാനമായിട്ടും ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, കമ്പോസ്റ്റ് വെള്ളം, ഉമിച്ചാരം എന്നുള്ള നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് സംവിധാനത്തിലാണ് നമ്മൾ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. കൃഷി ആരംഭിച്ച് നമുക്കൊരു 50 to 55 ദിവസം തന്നെ കൊണ്ട് നമുക്ക് നല്ല ഫ്ലവറാക്കി എടുക്കാനും സാധിച്ചിരിക്കുകയാണ്. അതെ, അത് അതിനപ്പുറത്തേക്ക് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തന്നെയാണ്. വിനോദസഞ്ചാര മേഖലയെയും കൃഷിയെയും കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് എല്ലാ തവണയും സുജിത്ത് പരീക്ഷണങ്ങളുമായി രംഗത്ത് വരാറുള്ളത്. ഇത്തവണയും അത് പൂർണ്ണമായൊരു വിജയത്തിലേക്ക് കഴിയുന്നു. കാരണം ഈ മനോഹരമായ പൂക്കൾ കണ്ടാൽ തന്നെ നമുക്കറിയാം, കരുത്താർന്ന ഈ പൂക്കൾ അത് ഈ പറഞ്ഞ പോലെ കോവിഡ് പ്രതിസന്ധിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഇത്തരം കാഴ്ചകൾ കാണാൻ നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടന്നുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ കാഴ്ചകൾ കാണാനായി എത്തും എന്നുള്ളതാണ്. അതിന് ചെറിയ ഒരു ഫീസും ഈടാക്കുന്നുണ്ട് അല്ലേ? എത്ര രൂപയാണ് ഫീസ്? 20 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുകളിലുള്ളവർക്കും സൗജന്യമാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ കോവിഡിൽ അടച്ചുപെട്ടുള്ളത്. അതാണ് നമ്മൾ അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 20 രൂപ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ആളുകൾക്ക് ഈ കാഴ്ച കാണാനായി എത്താൻ കഴിയുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ എന്നും ഉണ്ടായിട്ടുള്ള നാടാണ് കഞ്ഞിക്കുഴി. അതുകൊണ്ട് തന്നെ ഇത്തവണയും തികച്ചും അതിൽ നിന്ന് ഒട്ടും മാറ്റമില്ല. അതിമനോഹരമാണ് ഈ സൂര്യകാന്തി പാടം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 15 നടക്കും. LDF BJP ബന്ധത്തിന്റെ പേരിൽ വിവാദമായ അവിശ്വാസ പ്രമേയത്തിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ്.
22 അംഗങ്ങൾ വീതമുള്ള ഇടത് വലത് മുന്നണികൾക്ക് തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ BJPയുടെ 8 അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് 20 വർഷം നീണ്ട UDF ഭരണം കോട്ടയം നഗരസഭയിൽ അവസാനിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ മാസം 15-ന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായത്. 22 അംഗങ്ങൾ വീതമാണ് ഇടത് വലത് മുന്നണികൾക്കുള്ളത്. BJPക്ക് 8 അംഗങ്ങൾ. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് നിർണായകമാണ്. ഈരാറ്റുപേട്ട മാതൃകയിൽ UDF അംഗങ്ങളെ അടർത്തിയെടുക്കാനാണ് ഇടത് ശ്രമം. ഇത് സാധിക്കാതെ വന്നാൽ നറുക്കെടുപ്പ് നടക്കും. നേരത്തെ നറുക്കെടുപ്പിലൂടെയായിരുന്നു UDFന് നഗരഭരണം കിട്ടിയത്. ന്യൂസ് 18 കോട്ടയം. തമിഴ്നാടൻ വിജയ് സേതുപതിക്ക് നേരെ വിമാനത്താവളത്തിൽ ആക്രമണ ശ്രമം. ബംഗളൂരു കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് സഹയാത്രികനാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. അന്തരിച്ച കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനാണ് നടൻ ബംഗളൂരുവിലെത്തിയത്. പിന്നാലെ ഓടിയെത്തിയാൽ വിജയ് സേതുപതിയെ പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളെ സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തു. പ്രതി മദ്യലഹരിയിലാണ് നടനെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നാണ് വിവരം. ആക്രമണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. കണ്ണൂരിൽ മന്ത്രവാദത്തിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട 11-കാരി മരിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. പെൺകുട്ടിയുടെ കുടുംബത്തിൽ മുൻപ് നടന്ന മരണങ്ങളാണ് അന്വേഷിക്കുന്നത്. പ്രദേശത്തെ മറ്റ് ചില മരണങ്ങളും അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. കണ്ണൂർ സിറ്റി നാലുവയലിലെ MA ഫാത്തിമയുടെ മരണം കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നു. യഥാസമയം ചികിത്സ നൽകാതെ മന്ത്രവാദത്തെ ആശ്രയിച്ചതാണ് കുട്ടിക്ക് ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ ചികിത്സ നിരുത്സാഹപ്പെടുത്തുന്ന രീതി പ്രദേശത്ത് വ്യാപകമാണ്. മതപരമായി ജപിച്ചു ഊതലാണ് രോഗമുക്തിക്ക് പലരും ആശ്രയിക്കുന്നത്. പൊതു പ്രശ്നമാണ്. ഇതിലൊരു പ്രത്യേകിച്ചിട്ടൊരു നല്ലൊരു നിയമം കൊണ്ടുവരണം, തുടച്ചു നീക്കേണ്ട ഒരു നിയമം കൊണ്ടുവരണം. ഈ ഉബൈസിൻ്റെ മാത്രം അറസ്റ്റ് കൊണ്ട് തീരുന്നതല്ല ഈ വിഷയം. ഇതിൻ്റെ ഒരുപാട് ഈ ഉബൈസിനെ പോലത്തുള്ള ഈ വ്യാജ ചികിത്സ ചെയ്യുന്നവർ ഇനവുമുണ്ട്. വിശദമായ ഒരു അന്വേഷണം നടത്തണം, സമഗ്രമായ അന്വേഷണമാണ്. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാം സമുദായത്തിൽ തന്നെ ഇല്ലാത്ത ഒരു പ്രവണത. കുട്ടിയെ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. ആ ചികിത്സ കൊടുക്കാതെ ഈ കുട്ടി മരിച്ചു എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന മരണങ്ങളും ഇത്തരത്തിലാണ്. ഫാത്തിമയുടെ മരണത്തെ തുടർന്ന് അറസ്റ്റിലായ കുഞ്ഞിപ്പള്ളി ഇമാം മുഹമ്മദ് ഉവൈസിന്റെ നിർദ്ദേശപ്രകാരം ജപിച്ച് ഊതൽ നടത്തി യഥാസമയം വൈദ്യസഹായം നൽകാതിരുന്നതിനാൽ കുടുംബത്തിൽ മുമ്പും മരണമുണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. പടിക്കൽ സഫിയ, മകൻ അഷ്റഫ്, പടിക്കൽ നഫീസു, ഇഞ്ചിക്കൽ അൻവർ തുടങ്ങിയവരുടെ മരണത്തെ സംബന്ധിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇടുക്കി മുൻ SP KB വേണുഗോപാലിനെതിരെ വിജിലൻസ് അന്വേഷണം. കൊച്ചി കുണ്ടന്നൂരിലുള്ള വേണുഗോപാലിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന റെയ്ഡാണ് നടന്നത്. 2006 മുതൽ 2016 വരെയുള്ള കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിലാണ് KB വേണുഗോപാലിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനെ തുടർന്ന് കൊച്ചി കുണ്ടന്നൂരിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി. എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിജിലൻസ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെ നീണ്ട റെയ്ഡിൽ നിരവധി രേഖകളും ഡിജിറ്റൽ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. ഇടുക്കി SP ആയിരുന്ന വേണുഗോപാലിനെ നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്ന് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് SP ആയി സ്ഥലം മാറ്റിയിരുന്നു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് വിധേയനാകുന്നത്. റെയ്ഡിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ വിജിലൻസ് സംഘം തയ്യാറായില്ല. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ഇടവേള.